മഹർഷിമാര് പറഞ്ഞു അല്ലേ മഹാരാജൻ അങ്ങയുടെ പൂർവികർക്ക് കാര്യമൊക്കെ പറഞ്ഞു. സകരന്റെ കാര്യം അവര് സകരന്റെ പുത്രന്മാർക്ക് മഹർഷിയുടെ ഉപാജ്ഞയിൽ ദഹിച്ചതും അവർക്ക് അതിന് മോചനം വേണമെങ്കിൽ മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ആകാശഗംഗയെ കൊണ്ടുവന്ന് തർപ്പിക്കണം എന്നുള്ള കാര്യവും എല്ലാം മഹാരാജാവിനെ അറിയിച്ചു. ബാക്കി എല്ലാവരും ഇത് കേട്ട വഴിക്ക് തപസ്സിന് പോവാ ചെയ്ത് അദ്ദേഹം വിവാഹം തന്നെ പ്രതിനിധിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ഓഹോ ഇങ്ങനെയാണ് അല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യാം. ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഇനി അതാണ്. ദിക്കൊക്കെ ജയിച്ചു കഴിഞ്ഞു. മന്ത്രിമാരോട് പറഞ്ഞു ഞാൻ ഈ കാര്യം സാധിച്ചിട്ടേ ഇനി മടങ്ങി വരുള്ളൂ, അതുവരെ നിങ്ങൾ രാജ്യം രക്ഷിക്കുക എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ ഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ച് ഉപദേഷ്ടാക്കളായിട്ടുള്ള ആചാര്യന്മാര് വസിഷ്ഠനെ പോലെയുള്ള മഹർഷിമാരുണ്ട്, മന്ത്രിമാരെ ചുമതലയേൽപ്പിച്ച് ഭഗീരഥൻ തപസ് ചെയ്യാനായിട്ടാണ് പുറപ്പെട്ടത്. ആരെ തപസ് ചെയ്യാൻ? ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാ വേണ്ടത്. അതിന് എളുപ്പമല്ല. അപ്പൊ ആദ്യം വേണ്ടതാണ് തന്റെ പൂർവികർക്ക് അച്ഛനും മുത്തശ്ശനും മുതുമുത്തശ്ശനും സാധിക്കാത്തത് എന്താ? ആയുസ്സില്ലാത്തതുകൊണ്ട്, അസാധ്യം വിചാരിച്ചത്. അപ്പൊ ആയുസ് ഉണ്ടാവണം. ആദ്യം തന്നെ ബ്രഹ്മാവിനെ തപസ് ചെയ്യുക ചെയ്തത്. അതിബുദ്ധിമാനാണ് ഭഗീരഥൻ. ബ്രഹ്മാവാണല്ലോ ആയുസിന്റെ കാര്യം നിശ്ചയിക്കുന്നത്. ബ്രഹ്മാവിനെ പഞ്ചാഗ്നിമധ്യത്തിലൊക്കെ തപസ് ചെയ്ത് 1000 സംവത്സരം തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷമായപ്പോ ബ്രഹ്മാവിനെ വന്ദിച്ചു.